Foreign currency convertible bonds. So this is one of the important international financial instrument. So foreign currency convertible bonds are equity linked debt securities that are to be converted into equity or depository receipts after a specified period. So ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ഇറ്റ് ഈസ് ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ്. ഫോറിൻ കറൻസി എന്ന് പറയുമ്പോൾ വിദേശ കറൻസിയിലെ ഡിനോമിനേഷനുള്ള ഒരു ബോണ്ടാണ് ഈ FCCB. ആൻഡ് ഈ ബോണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് ആർ ഇക്വിറ്റി ലിങ്ക്ഡ് ഡെറ്റ് സെക്യൂരിറ്റീസ്. അതായത് ഈ ബോണ്ടിന് ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ ഇക്വിറ്റി ആയിട്ട്, ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, അതിനെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. Okay, so these are equity linked debt securities that are to be converted into equity or depository receipts. ഒന്നുകിൽ ഇക്വിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി റെസീറ്റ്സ്. ഡെപ്പോസിറ്ററി റെസീറ്റ്സ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി അണ്ടർലൈങ് ആയി വെച്ചുകൊണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് ഡെപ്പോസിറ്ററി റെസീറ്റ്സ് ലൈക്ക് ADR ഓർ JDR. സോ അങ്ങനെയുള്ള റെസീറ്റ്സുകളായിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ്, ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഫോറിൻ കറൻസി ബോണ്ടാണ് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ദീസ് ആർ ഓപ്ഷണലി കൺവേർട്ടിബിൾ ബോണ്ട്സ്. ഓപ്ഷണലി ആണ്, അതായത് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്താൽ മതി. കൺവേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് വരെ അങ്ങനെ തന്നെ ബോണ്ടായിട്ട് തന്നെ നിലനിൽക്കും. ദെൻ FCCB ഈസ് എ മിക്സ് ബിറ്റ്വീൻ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്. രണ്ടും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. Then FCCBs are unsecured, carry a fixed rate of interest and an option for conversion into fixed number of equity shares of the issuer company. So ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് അതിന് കിട്ടുന്നത്. അത് എന്നിട്ട് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, എന്ത് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവർ ഓണേഴ്സ് ആയിട്ട് മാറും. Okay, then interest and redemption price, if the conversion option is not exercised, it is payable in dollars. Suppose convert ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിഡംഷൻ പ്രൈസ്, റിഡംഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന അതിൻ്റെ വാല്യൂ പേയബിൾ ഇൻ ഡോളേഴ്സിലായിരിക്കും പേ ചെയ്യുക. Then FCCBs shall be denominated in any foreign currency. ഏതൊരു ഫോറിൻ കറൻസിയിലും ഡിനോമിനേറ്റ് ചെയ്യാം ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സ്. സോ ദീസ് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സ്. സോ സപ്പോസ് ഇത് നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് റിലയൻസ് കമ്പനി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഈ റിലയൻസ് കമ്പനി ബിൽ ഗേറ്റ്സിൻ്റെ അടുത്തുനിന്ന് ബിൽ ഗേറ്റ്സിൻ്റെ അടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു, ബിൽ ഗേറ്റ്സിൻ്റെ അടുത്തുനിന്ന് ഒരു 1 crore rupees US dollars, അതായത് US dollars $1 million അല്ലെങ്കിൽ 100 million, സപ്പോസ് 100 million US dollars ആവശ്യമുണ്ട്. അപ്പോൾ US dollars ആവശ്യമുണ്ട് റിലയൻസ് കമ്പനിക്ക്. അപ്പോൾ ബിൽ ഗേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു, US dollars നമ്മൾ വാങ്ങിക്കുമ്പോൾ അവർക്ക് അതിന് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. സോ അങ്ങനെ ആ സമയത്ത് റിലയൻസ് ബിൽ ഗേറ്റ്സിന് ഒരു FCCB ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കാം. FCCB എന്ന് പറയുമ്പോൾ ഫോറിൻ കറൻസിയിലുള്ള ബോണ്ടാണ്. കാരണം ഫോറിൻ കറൻസിയാണ് റിലയൻസ് റിസീവ് ചെയ്തിട്ടുള്ള US dollar. അത് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബിൽ ഗേറ്റ്സിന്. ഓക്കെ, സപ്പോസ് ഇത് 5 year മെച്യൂരിറ്റി പീരീഡിലുള്ള ഒരു ബോണ്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ 5 years കഴിഞ്ഞാൽ ഈ ബോണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് 5ാമത്തെ വർഷം ഇതിനെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് അന്നത്തെ മാർക്കറ്റ് വാല്യൂ ഒക്കെ നോക്കിയിട്ട് എത്ര ഷെയർസ് ആണോ റിലയൻസിൻ്റെത് ബിൽ ഗേറ്റ്സിന് കൊടുക്കാൻ പറ്റുക അത്രയും ഷെയർസുകൾ ഈ ബോണ്ടിന് പകരം ബോണ്ട് നേരെ മറിച്ചിട്ട് എന്തായിട്ട് മാറും, ഷെയർസ് ആയിട്ട് മാറും. സോ ബിൽ ഗേറ്റ്സിന് നമ്മുടെ റിലയൻസ് കമ്പനിയിൽ ഓണർഷിപ്പ് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഇത് ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. അപ്പോൾ US dollarsൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനും പറ്റി, അവർക്ക് ബോണ്ട് ഇഷ്യൂ ചെയ്യുവാനും പറ്റി. സോ ദിസ് ഈസ് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്. The next, foreign currency exchangeable bond. This is another one of the important international financial instrument. ഈ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ this is also in a foreign currency. A bond expressed in foreign currency. ഫോറിൻ കറൻസിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ബോണ്ടാണ് ഈ FCEB. The principal and interest in respect of which is payable in foreign currency. രണ്ടും ഫോറിൻ കറൻസിയിലാണ് കൊടുക്കുന്നത്. Issued by an issuing company being an Indian company. ഓക്കെ, ഈ ഒരു ഇഷ്യൂയിങ് കമ്പനി ആണ്, അതായത് ഇന്ത്യൻ കമ്പനിയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. സബ്സ്ക്രൈബ്ഡ് ടു ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. സപ്പോസ് ഇന്ത്യൻ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു റെസിഡൻ്റ് ആയിരിക്കും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഇറ്റ് ഹാസ് എൻ എക്സ്ചേഞ്ചബിൾ ഓപ്ഷൻ.
That means exchangeable into equity shares of another company being offered company in any manner. സപ്പോസ് ഈ കമ്പനിയുടെ ഏത് കമ്പനിയാണോ ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ഒരു കമ്പനി, അതായത് ചിലപ്പോൾ അതിൻ്റെ സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ആ ഷെയർസ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ബോണ്ടുകളാണ് ഫോറിൻ കറൻസി എക്സ്ചേഞ്ചബിൾ ഓപ്ഷൻസ്. ഐദർ ഹോളി ഓർ പാർട്ട്ലി ഓൺ ദ ബേസിസ് ഓഫ് എനി ഇക്വിറ്റി റിലേറ്റഡ് വാറൻറ്റ്സ് അറ്റാച്ച്ഡ് ടു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. സോ ഒന്നുകിൽ ഫുള്ളായിട്ട് അല്ലെങ്കിൽ പാർട്ട്ലി എന്താക്കിയിട്ട് മാറ്റും, ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ബോണ്ടുകളാണ് ഫോറിൻ കറൻസി എക്സ്ചേഞ്ചബിൾ ബോണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ 3 പാർട്ടീസാണ് വരുന്നത്. ഒന്ന് ഇഷ്യൂവർ കമ്പനി, അതായത് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ഏതാണോ അത്. ദെൻ ഓഫേർഡ് കമ്പനി, അതായത് ഏത് കമ്പനിയുടെ ഷെയർസ് ആണോ ഇഷ്യൂ ചെയ്യുന്നത് ആ കമ്പനി. ദെൻ ഇൻവെസ്റ്റർ. ഓക്കെ, സപ്പോസ് ഇത് നമുക്ക് ഒരു സിമ്പിൾ സപ്പോസ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ റിലയൻസ് കമ്പനി എന്ത് ചെയ്യുന്നു, റിലയൻസ് കമ്പനി ബിൽ ഗേറ്റ്സിൻ്റെ അടുത്തുനിന്ന് പിന്നെ ഫണ്ടുകൾ, അതായത് $1 ബില്യൺസ് $100 ബില്യൺ കളക്ട് ചെയ്തു. ഓക്കെ, അതിന് പകരമായിട്ട് അവർ FCCBക്ക് പകരം FCEB ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ മെച്യൂരിറ്റി പീരീഡിൻ്റെ ഉള്ളിൽ അവർക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് FCEB ഈ ബിൽ ഗേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, റിലയൻസിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ഇപ്പോൾ സപ്പോസ് ജിയോ കമ്പനി, ജിയോക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജിയോയുടെ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ബിൽ ഗേറ്റ്സിന് കിട്ടിയിട്ടുള്ള FCEB ഈ ബോണ്ടുകൾ ബിൽ ഗേറ്റ്സ് തിരിച്ച് ജിയോ കമ്പനിയുടെ പ്രൊപ്പോർഷനിലുള്ള ഷെയർസ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നു. സോ ഇവിടെ 3 പാർട്ടീസാണ് വരുന്നത്. ഒന്ന് റിലയൻസ് കമ്പനി, അതായത് ഇഷ്യൂവർ കമ്പനി. രണ്ടാമത് ഇൻവെസ്റ്റർ ബിൽ ഗേറ്റ്സ്. മൂന്നാമത് ഓഫേർഡ് കമ്പനി, ഏത് കമ്പനിയുടെ ഷെയർസ് ആയിട്ടാണോ ഷെയർസ് ഇഷ്യൂ ചെയ്യാമെന്നുള്ള ഓഫറാണോ കൊടുത്തിട്ടുള്ളത് ആ കമ്പനി, അത് ജിയോ. ഓക്കെ, സോ അങ്ങനെയാണ് ഇവിടെ 3 പാർട്ടീസ് വരുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ഫോറിൻ കറൻസി എക്സ്ചേഞ്ചബിൾ ബോണ്ട്. ഓക്കെ.